ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. സമയം ഇപ്പം 3 മണി. ഞങ്ങൾ മോളെ BSc നഴ്സിങ്ങിന് ചേർക്കാൻ മൈസൂർ കൊണ്ടുപോവാണ്. അപ്പം ഇനിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അടിവാരത്ത് നിന്ന് നമ്മൾ ചുരം കയറി തുടങ്ങി. എന്തൊരു പച്ചപ്പാണ്! മനസ്സിനും കണ്ണിനും കുളിരേകുന്ന കാഴ്ചകൾ. ഞങ്ങൾ 3 മണിക്ക് ഇറങ്ങിയെങ്കിലും ഞങ്ങൾ ഫാമിലൊക്കെ കയറി ഒന്ന് വെളിച്ചം വരട്ടെ എന്ന് വിചാരിച്ചു. ഈ പ്രകൃതി ഭംഗികളൊക്കെ മറയ്ക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകളാണ് കാണുന്നത്. അതൊന്ന് ഒഴിവാക്കി എത്ര നല്ലതായിരുന്നു. ഈ പച്ചപ്പ് കാണുമ്പം തന്നെ ഭയങ്കര മനസ്സിനൊരു സന്തോഷമാണല്ലേ. അങ്ങനെ അടിപൊളിയായി ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. നല്ല വ്യൂസുള്ള അവിടെ കൊണ്ടുപോയിട്ട് തന്നെയാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന് അല്പൊരു സങ്കടം തോന്നുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഫാമിലൊക്കെ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ കയറിയത്. ഒന്ന് വെളിച്ചം വന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്നാലല്ലേ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ബോർഡുകളാണ് എവിടെ നോക്കിയാലും. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. നല്ല മഞ്ഞായതുകൊണ്ട്, മൂടൽമഞ്ഞുണ്ടായതുകൊണ്ട് കാഴ്ചകളൊന്നും കാണുന്നില്ല. നമ്മളെ പശ്ചിമഘട്ടമൊക്കെ കോടമഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. മൂന്നാമത്തെ നമ്പർ 3 എയർപ്ലെയിൻ. ആയിക്കട കളിക്കാൻ പറ്റുക നടക്കുക. നമ്മൾ വേഗം പോയാൽ സമയം പോകും.
വെള്ളച്ചാട്ടമൊന്നുമില്ല. ഉണ്ടാവും. അവിടുന്ന് ബെഡല്ലേ വാങ്ങണ്ടേ? എന്ത് വാങ്ങാനില്ലേ? ബെഡ് പില്ലോ വാങ്ങണ്ടേ? കോസടി എന്തായാലും പറയാ കെർലോണ്ട് മേടിക്കണമെന്ന് പറഞ്ഞോ. നാലും എല്ലാം കിടക്കാനുള്ളതല്ലേ അതൊക്കെ. അതിനെത്ര സൈസ് പറഞ്ഞവര്? അതൊക്കെ അവിടെ ചെന്ന് നോക്കിയിട്ട് മേടിച്ചെടുക്കാം. ഓ ഇതിൻ്റെ മുകളിലുണ്ട് മറ്റേതൊക്കെ. നമ്മളതൊക്കെ വല്ല ഉറപ്പുള്ള പാറയാ. ആസാം വിസാം അവിടെയൊക്കെയുള്ള പാറകളൊക്കെ ഇടിഞ്ഞ് വീഴുന്ന നല്ല കട്ടിയുള്ള. നാട്ടിൽ സ്കൂളിൽ പോകും, കോളേജ് അവസരങ്ങളിലൊക്കെ ഒരുപാട് എടയ്ക്കൽ ഗുഹ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറുവാദ്വീപ്, സൂചിപ്പാറ, ബാണാസുര സാഗർ, കാരാപ്പുഴ ഡാം, പിന്നെ ഒരുപാട് ഫാൻറ്റം പാറ, കുറത്തിമല, കുറുവമല, എന്തൊക്കെയോ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. പിന്നെ സ്വാമിനാഥൻ അവിടെ റിസർച്ച് സെൻ്ററുണ്ട്. പിന്നെ അമ്പലവയലുണ്ട്. ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. ഓരോ മൂലയ്ക്കാണ് ഓരോ സ്ഥലങ്ങൾ. അതുകൊണ്ട് ഒരു ദിവസമൊന്നും പോരാ വയനാട് കാണാൻ. സുഗന്ധദ്രവ്യങ്ങളായ ഏലം, കുരുമുളക് അങ്ങനത്തെ ഇതിനൊക്കെ പേര് കേട്ടതാണ് വയനാട്. അങ്ങനെ നമ്മൾ വയനാട്ടിലെത്തി. ഇവിടെ ലക്കിടിക്ക് അടുത്ത് തന്നെയാണ് നമ്മുടെ ചങ്ങലമരം, ചെയിൻ ട്രീ. അതൊരു വഞ്ചനയുടെ കഥയാണ്. പണിയ സമുദായത്തിൽപ്പെട്ട മൂപ്പനായിരുന്ന നമ്മുടെ കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് കാട്ടിലൂടെ പിന്നെ ഒരു എളുപ്പവഴി, വയനാട്ടിലെത്താനുള്ള ഒരു എളുപ്പവഴി കാണിച്ചു കൊടുത്തത് കരിന്തണ്ടനാണ്. അപ്പോൾ അവർക്ക് ആ ക്രെഡിറ്റ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ അയാളെ കൊലപ്പെടുത്തി. അതിലേ പോകുന്ന പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നു. ബ്ലോക്ക് ഇതൊക്കെ കാരണം ഈ കരിന്തണ്ടൻ്റെ പ്രേതശല്യമാണെന്ന് പറഞ്ഞിട്ട് കരിന്തണ്ടനെ ആവാഹിച്ച് ആ ചങ്ങലയിലാക്കി മരത്തിൽ തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ മരം വളരുന്നതിനനുസരിച്ച് ആ ചങ്ങലയും വളരുന്നുണ്ടെന്നാണ് കേട്ടുകേൾവി. നമ്മൾ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ആസാമിലെ ചിറാപുഞ്ചി എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വയനാട്ടിലെ ലക്കിടി എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മേഘാലയയിലെ മൗസിൻറാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടന്നു. നമ്മൾ മുത്തങ്ങ ആദിവാസി സമരം അത് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ലൊരു വൈൽഡ് ലൈഫ് ആണ്, നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്കിവിടെ മൃഗങ്ങളെങ്ങനെ അടുത്തിങ്ങനെ നിൽക്കുന്നത് കാണാം. ആനയൊക്കെ ഇങ്ങനെ
മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് ഇവിടെ ഒരു ജീപ്പ് സവാരിയൊക്കെ ഉണ്ട്. സവാരിക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ മൃഗങ്ങളെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാവുന്നതാണ്. നല്ല രാവിലെയും വൈകുന്നേരവും കാണാം. ഇനി അങ്ങോട്ട് കർണാടകയിലെ കാണാം. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. കേരളത്തിൻ്റെ യാത്രയൊക്കെ സന്തോഷമാണെങ്കിലും 4 കൊല്ലത്തേക്ക് മോള് വിട്ടു നിൽക്കല്ലേ നടക്കുമ്പോൾ ചെറിയൊരു മനസ്സിനൊരു പ്രയാസമുണ്ട്. പിന്നെ ഒന്നിച്ചുള്ള യാത്ര സന്തോഷം രണ്ടും കൂടി. ഞാനാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത് കർണാടകത്തിൽ നിന്ന് അങ്ങോട്ട്. കർണാടക ഫോറസ്റ്റിലൂടെ. പിന്നെ രാത്രി 9 മണിയാകുമ്പോഴത്തേക്കും എല്ലാം സ്റ്റോപ്പാക്കും. നല്ലൊരു കരിവീരൻ ഇതാ നിൽക്കുന്നത് കാണുന്നു. നല്ല കണ്ണിന് ആനന്ദകരമായ കാഴ്ച. ഈ ആനേൻ്റെ സൗന്ദര്യം എത്ര കണ്ടാലും മതി വരില്ല. സഹ്യൻ്റെ മകൻ. തമിഴ്നാട് ഫോറസ്റ്റുമായിട്ടും കർണാടക ഫോറസ്റ്റുമായിട്ട് ഈ മുത്തങ്ങ അതിരിടുന്നുണ്ട്. മുതുമല തമിഴ്നാട്ടിലും കർണാടകത്തിലെ ബന്ദിപ്പൂർ ആണ് ഈ വനം 3ആയിട്ടുള്ളത്. ബന്ദിപ്പൂർ തുടങ്ങിയ പിന്നെ ഭയങ്കര ഹമ്പുകളാണ്. നമ്മൾ ഇതിൻ്റെ കേരളത്തിൻ്റെ കാടുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്ര ഹമ്പുകളില്ല. പക്ഷെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകളാണ്. അതുകൊണ്ട് സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ്, മൃഗങ്ങളുടെ സുരക്ഷ കരുതിയിട്ടാണിത്. ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഗുണ്ടൽപേട്ടെത്തി. ഇനി കൃഷിയിടങ്ങളാണ്. സൂര്യകാന്തി പൂക്കളുടെയൊക്കെ സീസൺ കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പം കുറേ ഫോട്ടോസ് എടുത്തിരുന്നു. വീഡിയോസൊക്കെ അത് പുറകിലിടുന്നതാണ്. പിന്നെ ഇവിടെ നല്ല കരിമ്പിൻ്റെ കൃഷി കാണുന്നുണ്ട്. ഒരുപാട് പച്ചക്കറികൾ, നല്ല പച്ചക്കറികൾ കിട്ടും. വിഷടിച്ചതായിരിക്കും അറിയില്ല. പിന്നെ പച്ചക്കറിക്കൊക്കെ ചീപ്പാണ് ഇവിടെ കൃഷി. നല്ല സൂപ്പർ റോഡുകളാണ്. 100 കിലോമീറ്റർ വേഗതയിൽ പോയാലും കൂടി നമ്മൾ അറിയില്ല. അത്രയും നല്ല റോഡുകളാണ്. നല്ല തെളിഞ്ഞ ആകാശം, നല്ല ചൂടുണ്ട്. പിന്നെ ഇവിടുന്ന് നല്ല റൈസ് കിട്ടും. BT റൈസ് എന്ന് പറഞ്ഞ് നമ്മളെ പൊന്നി അരി പോലെ ഉണ്ടാവും. അത് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഈ റോഡ് നേരെ പോയാൽ മൈസൂരെത്തും. മൈസൂർ പാലസൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. പക്ഷേ ദസറ സമയത്ത് പോയിട്ടില്ല. ഇങ്ങോട്ട് പോകണം, നേരെയല്ലേ? ഹോട്ടൽ ശബരി. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ കോളേജിൽ ഓഡിറ്റോറിയത്തിലെത്തി. പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും leaving the comfort of your homes, understand, and to become something in your life. So, right choice, dear students and parents. I assure you, you will not be disappointed. Those of you joined by choice or some of you by chance, decide today. Take the challenge. Utilize each and every opportunity because you are the luckiest among all other nursing students who have chosen this institution. Because you will have lots of opportunities. Utilize these opportunities and make your stay the best one, and may God bless education and be a proud alumni for the JSS College of Nursing. And thanks for giving me this opportunity. I'm very happy to speak for my college. Thank you all for giving me this opportunity. Thank you. ടാറ്റ ബൈ ബൈ. ഇതാണ് ഗേൾസിൻ്റെ ഹോസ്റ്റല്. ഫുള്ള് വെജിറ്റേറിയനാണ്. വികാരനിർഭരമായ നിമിഷങ്ങൾ, യാത്ര പറയുക, പാരൻസിനെ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ വരാം.
കാണട്ടെ കേട്ടോ. മറ്റവര് പോയില്ലേ? അങ്ങനെ മോൾക്ക് പില്ലോയും ബെഡും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. പിന്നെ ഇവളെ അഡ്മിഷൻ എടുക്കാൻ വരുന്നതിന് മുന്നേ നമ്മൾ വന്നപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു. അന്ന് സൺഫ്ലവറൊക്കെ ഉള്ള സമയത്ത് അതൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകിൽ ചേർക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഇതാണ് എന്താ നിങ്ങൾ പറഞ്ഞില്ല, ടാക്സ് കൂടുന്നു. ഈ പുല്ലും ഇത് കട്ട് ചെയ്തിട്ട് വണ്ടിയിൽ കൊണ്ടായാലോ പച്ചനെടുക്കാനും. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലമർത്തണം, പിന്നെ ഓളും.